ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡേറ്റയുടെ ഉള്ളതാണ് പൈലറ്റ് സർവേ. എന്താണ് പൈലറ്റ് സർവേ, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ക്വസ്റ്റിനെയർ തയ്യാറാക്കുകയാണ്. അതായത് ഒരു ക്വസ്റ്റിനെയർ നമ്മൾ ഒരു ആക്ച്വൽ സർവേക്ക്, യഥാർത്ഥ സർവേ നടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റിനെയർ തയ്യാറാക്കി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൈലറ്റ് സർവേയുടെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കണ്ടക്ട് എ മോക്ക് സർവേ വിതിൻ എ സ്മോൾ ഗ്രൂപ്പ് വിച്ച് ഈസ് നോൺ ആസ് പൈലറ്റ് സർവേ. അതായത് നമ്മൾ ക്വസ്റ്റ്യനർ ഓൾറെഡി റെഡിയാക്കിയ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ അറിയപ്പെടാം, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റിനെയർ. നമ്മളൊരു ക്വസ്റ്റിനെയറിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്നുള്ളതൊരു പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ആക്ച്വൽ സർവേക്ക് മുമ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാവുന്ന ഒരു പേരാണ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റിനെയർ എന്നും കൂടെ ഇതിനെ വിളിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പൈലറ്റ് സർവേ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എ പ്രിലിമിനറി ഐഡിയ എബൌട്ട് ദ സർവേ. അതായത് നമുക്കൊരു പ്രിലിമിനറി ഐഡിയാസ്, പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ആശയങ്ങൾ കിട്ടി, ഒരു സർവേയെക്കുറിച്ചുള്ള ഒരു പ്രിലിമിനറി ഐഡിയ കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളിപ്പോൾ ഏത് സർവേയെക്കുറിച്ചാണ് നമ്മൾ നടത്തുന്നത്, അങ്ങനെയുള്ള ഒരു ആശയങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് ഈ പൈലറ്റ് സർവേ സഹായിക്കും. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റിനെയർ. നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ചോദ്യാവലിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധന നടത്താനായിട്ട് പൈലറ്റ് സർവേയിലൂടെ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ പെർഫോമൻസ് ഓഫ് ദി ഇന്യൂമറേറ്റർ ക്യാൻ ബി വെൽ ആക്സസ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ്. അതായത് ഇന്യൂമറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ, വിവരം ശേഖരിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഇന്യൂമറേറ്റർ. അവരുടെ പെർഫോമൻസ് നമുക്ക് ആക്സസ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും വിമർശിക്കാനൊക്കെ നമുക്ക് സാധിക്കും ഈ പൈലറ്റ് സർവേയിലൂടെ. അപ്പം ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഈ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്ന ഇന്യൂമറേറ്റർ, ഇവർ ശേഖരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസ് എത്രമാത്രമാണെന്ന് നമുക്ക് വിലയിരുത്താനും വിമർശിക്കാനൊക്കെ ആയിട്ട് ഈ പൈലറ്റ് സർവേയിലൂടെ സാധിക്കും. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ആക്സസിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിൻ്റെ സ്യൂട്ടബിലിറ്റി, ഈ ഒരു സർവേക്ക് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ അനുസരിച്ച് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആണോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടോ നിർദ്ദേശങ്ങൾക്കൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ ആക്സസിങ് ദ കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ് ഇൻ ദ ആക്ച്വൽ സർവേ. ഒരു ആക്ച്വൽ സർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിന് എത്രമാത്രം ചിലവുണ്ടാകും, അല്ല എത്ര സമയം എടുക്കും എന്നൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പൈലറ്റ് സർവേയിലൂടെ സാധിക്കും. ഓക്കെ, താങ്ക് യു.